മലബാറുകാർക്ക് തിറയും വെള്ളാട്ടുമൊന്നും പുത്തരിയല്ല. എന്നാൽ വേങ്ങേരിയിലെ ഈ കാവിലെത്തുമ്പോൾ പ്രത്യേക വെള്ളാട്ട് കാണാം. നായ വെള്ളാട്ട് എന്താണെന്നല്ലേ കണ്ടറിയാം. നായയുടെ ഭാവങ്ങൾ അനുകരിച്ച് കുരച്ചു ചാടുന്ന രീതിയിലുള്ള പ്രത്യേക വെള്ളാട്ട് രൂപം. എല്ലാ തെയ്യക്കാവുകളിലും കാണാത്ത അപൂർവമായി മാത്രം കണ്ടുവരുന്ന വെള്ളാട്ട്. ജനുവരി മുതൽ ഫെബ്രുവരി വരെ മലബാറിലെ കാവുകളിൽ തിറയാട്ടക്കാലമാണ്. എന്നാൽ മലബാറിൽ തന്നെ അപൂർവവും ആളെ കൂട്ടുന്നതുമായ നായ വെള്ളാട്ടിലൂടെയാണ് കോഴിക്കോട് വേങ്ങേരി കുലവൻകാവ് വ്യത്യസ്തമാകുന്നത്. മലബാർ കലാപനാളുമായി ബന്ധപ്പെട്ട് നാടുവിട്ട മൂസത് നൽകിയ നായയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് കാവിലെ ഈ വെള്ളാട്ടിന് പിന്നിലുള്ളത്. ഒരു പടയോട്ടക്കാലത്ത് ഈ മൂസദ്മാർക്ക് ഈ പ്രദേശം വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഇവർക്ക് ഈ നായയെ ഉപേക്ഷിക്കാനും വയ്യ. അങ്ങനെ വീട്ടുകാര്യസ്ഥന്മാരായ ചക്കിക്കും ചേന്തനും ഈ രണ്ട് നായകളെ അവർ കൊടുക്കുകയാണ്. മക്കളില്ലാത്ത ഈ ദമ്പതിമാർ ചക്കിയും ചേന്തനും സ്വന്തം മക്കളെപ്പോലെ ഈ നായകളെ പോറ്റി വളർത്തി. ഞങ്ങളുടെ കുലദൈവമായ കുലവനെയും ഭഗവതിയുടെയും കാവിൽ അവർ കുടിയിരുന്നെന്നും വർഷാവർഷം അവർക്ക് വേണ്ട വെച്ചാരാധനയും മറ്റും നൽകിക്കൊണ്ട് ഒരു വെള്ളാട്ടമായി കെട്ടിയാടി തുടങ്ങി. ഉത്സവ ദിവസം കോമരങ്ങൾ പെട്ടെന്ന് നായകളായി ഭാവം മാറുകയും പരസ്പരം കടിച്ചു കീറാൻ തുടങ്ങുകയും ചെയ്യും. കടി കിട്ടാതിരിക്കാൻ പിറകിൽ നിന്നും പിടിച്ചു നിർത്തുകയും വാഴപ്പോള കോമരങ്ങളുടെ വായിൽ തിരികെ വെക്കുകയും ചെയ്യുന്നതാണ് രീതി. ഈ നായ വെള്ളാട്ട് കാണാൻ മാത്രമായി കുലവൻകാവിലെത്തുന്നത് നിരവധി പേരാണ്. കാലങ്ങൾ എത്ര പിന്നിട്ടാലും തങ്ങൾക്ക് കൈമാറി കിട്ടിയ അപൂർവമായ ഈ അനുഷ്ഠാന കലയെ കാത്തു സൂക്ഷിക്കുമെന്നാണ് കുലവൻകാവ് നിവാസികൾ ഉറപ്പിക്കുന്നത്. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.